ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യ സത്യം കണ്ടുപിടിക്കുകയാണ്. നന്ദിനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നന്ദിനിയുടെയും സൂര്യയുടെയും ഡ്രസ്സിൽ ആരാണ് എണ്ണ ഒഴിച്ചത് എന്നുള്ള കാര്യം സൂര്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ വിജയനാണ് അത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ വിജയനെ സഹായിച്ചത് ആരൊക്കെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ദ്രജ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. ഒരു കാരണവശാലും എൻ്റെ പേരൊന്നും പറഞ്ഞു പോവരുത്, എൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു പോവരുത് എന്ന് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ നന്നായിട്ട് തന്നെ വിജയനെ അടിക്കുകയാണ്. അവസാനം സൂര്യയുടെ അടി സഹിക്കാൻ കഴിയാതെ വിജയൻ കുറ്റം ഏറ്റെടുക്കുകയാണ്. ഞാൻ തന്നെയാണ് ആ ഡ്രസ്സിൽ എണ്ണ ഒഴിച്ചത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. നന്ദിനിയും നന്ദിനിയുടെ വീട്ടുകാരും യതീന്ദ്രനുമൊക്കെ. അപ്പോൾ നന്ദിനിയുടെ വീട്ടുകാരും നന്ദിനിയും ഒരിക്കലും സന്തോഷിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞതോടുകൂടി നന്ദിനിയുടെ അച്ഛൻ അങ്ങ് സങ്കടം സഹിക്കാൻ വയ്യാതെ വിജയൻ്റെ ഷർട്ടിലെ കോളറയിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് എന്തിനാണ് സാർ ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്തത്, ഞാൻ ആ ഡ്രസ്സുകൾ വാങ്ങിയത് എങ്ങനെയാണെന്നുള്ളത് സാറിന് അറിയോ, അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് സന്തോഷത്തിൽ ഇവിടേക്ക് വന്നത്, എൻ്റെ ഭാര്യയുടെ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്ന താലിമാല വിറ്റിട്ടാണ് ഞാനിതൊക്കെ വാങ്ങിയത് എന്ന് സുദേവൻ കരഞ്ഞുകൊണ്ടാണ് വിജയനോട് പറയുന്നത്. നിങ്ങൾക്കൊക്കെ സാറേ മനസാക്ഷി ഇല്ലേ എന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ദ്രജയും വിജയനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. എന്നിട്ട് സുദേവൻ പറയണേ, എൻ്റെ ഭാര്യയുടെ ഓർമ്മക്കായി എടുത്തു വെച്ചിരുന്ന ആ കുറച്ച് സ്വർണം കൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിയത്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയാണ് മനസ്സ് തോന്നിയത്, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുദേവൻ കൈ പിടിച്ചോണ്ട് വിജയൻ്റെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കണ്ടതോടുകൂടി ഇന്ദ്രജയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് വിജയനെ ചോദ്യം ചെയ്തത് കണ്ടപ്പോൾ. അപ്പോൾ ഇന്ദ്രജ പറയണേ, എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ മാത്രം നീ ആയോ എന്നും പറഞ്ഞ് സുദേവൻ്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എൻ്റെ വീട്ടിലെ തോട്ടക്കാരനായ നീ എൻ്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നോ എന്നും പറഞ്ഞിട്ടാണ് സുദേവൻ്റെ കരണം നോക്കി ഇന്ദ്രജ പൊട്ടിക്കുന്നത്. അത് കണ്ടതോടുകൂടി നന്ദിനിക്കും സൂര്യയ്ക്കും അവിടെ നിൽക്കുന്നവരൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്. അതോടുകൂടി സൂര്യ ഇന്ദ്രജയുടെ കാരണം നോക്കി തിരിച്ചു അങ്ങ് പൊട്ടിക്കാണ് കേട്ടോ. നിന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്തു എന്നും പറഞ്ഞ് ഒരു വയസ്സിന് മൂത്ത ആളെ നീ അടിക്കുന്നോ, അതും നിന്റെ ഭർത്താവ് ഗോൾഡ് മെഡൽ വാങ്ങി വന്നിരിക്കുന്നുമല്ലല്ലോ, ഈ വീട്ടിൽ വലിയൊരു തെറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അത് ചോദ്യം ചെയ്തതിന് നീ എന്ത് കാരണത്താലാണ് വയസ്സിന് മൂത്ത ഈ ആളെ അടിച്ചത്, നിന്റെ ഭർത്താവ് ചെയ്ത തെറ്റ് കണ്ടോണ്ട് നിൽക്കുന്ന ഏതൊരാളും ചോദ്യം ചെയ്യും. ഇത് വാങ്ങിച്ചു വന്ന ഈ നന്ദിനിയുടെ അച്ഛന് എന്തുമാത്രം അധികം വേദന ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ ചോദ്യം ചെയ്തത്. പക്ഷേ ഞാനാണ് നന്ദിനിയുടെ അച്ഛൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിൽ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ഞാൻ ചെയ്യുക. അവരായതുകൊണ്ട് മാത്രമാണ് ഇവരെയൊക്കെ വെറുതെ വിട്ടതും കൈ പിടിച്ച് ചോദ്യം ചെയ്തതും. എന്നിട്ട് നീ ചെയ്തത് എന്താണ്, വയസ്സിന് മൂത്ത ഒരാളെ അടിക്കുന്നു, നിന്നെക്കാളും എന്തുകൊണ്ടും പ്രായക്കൂടുതലുള്ള ആളെയാണോ നീ കൈ നീട്ടി അടിക്കുന്നത്. നിങ്ങളോട് എല്ലാവരോടും കൂടി ചേർന്നാണ് പറയുന്നത്, നന്ദിനിയുടെ കുടുംബം നിങ്ങൾ വായ്ക്ക് വേലക്കാരെന്ന് വിളിക്കേണ്ട, തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണെന്നൊന്നും വിളിക്കരുത്, ഇനി മേലിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ ഇവിടെ കേൾക്കാൻ പാടില്ല. ഇത് നന്ദിനിയുടെ അച്ഛനും കുടുംബവും എൻ്റെയും കുടുംബമാണ്, അതുകൊണ്ട് ഇനി മേലിൽ അങ്ങനെയൊന്നും വിളിച്ചു പോവരുത് എന്നൊക്കെ ദേഷ്യത്തിലാണ് സൂര്യ പറയുന്നത്. അത് കേട്ടോണ്ട് നിൽക്കുന്ന ഇതൊക്കെ കണ്ടോണ്ട് നിൽക്കുന്ന പത്മയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇനി മേലിൽ നന്ദിനിയുടെ വീട്ടുകാരെ വേലക്കാരെന്ന് വിളിക്കരുത്, അത് ഇനി എനിക്ക് കേൾക്കാൻ പാടില്ല എന്ന് സൂര്യ പറഞ്ഞതോടുകൂടി പത്മ പറയാണ്, അങ്ങനെ വിളിച്ചാൽ നീ എന്തു ചെയ്യുമടാ, വേലക്കാരെ പിന്നെ എന്താണടാ വിളിക്കേണ്ടത്, ഈ വീട്ടിലെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ഇവരൊക്കെ നമ്മുടെ വീട്ടിലെ വേലക്കാർ തന്നെയാണ്, അങ്ങനെ വിളിച്ചാൽ നീ എന്ത് ചെയ്യും. പിന്നെ നീ എൻ്റെ മകളെ, ഞാൻ പ്രസവിച്ച എൻ്റെ മകളെ നീ എൻ്റെ മുന്നിൽ വെച്ച് ഇവർക്ക് വേണ്ടി നീ അടിക്കുന്നോ, നീ കൈ നീട്ടി അടിച്ചത് ഒരിക്കലും ഈ പത്മ ക്ഷമിക്കില്ല, എൻ്റെ മകളെ അടിച്ചാൽ ഞാൻ അത് ചോദ്യം ചെയ്യില്ല എന്നാണോ നീ കരുതിയത് എന്നും പറഞ്ഞ് സൂര്യയെ അടിക്കാൻ വേണ്ടി പത്മ കൈ ഓങ്ങുകയാണ്. അപ്പോഴത്തേക്കും സൂര്യ തിരിച്ചും പത്മയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ് കേട്ടോ. അതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ് സൂര്യയുടെ പെട്ടെന്നുള്ള ആ ഒരു ഭാവവ്യത്യാസം കണ്ടപ്പോൾ. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോഴത്തേക്കും സൂര്യയെ യതീന്ദ്രനും രാജു അങ്ങ് തടയുകയാണ്. എന്നിട്ട് സൂര്യയെ രാജു അവിടെ നിന്ന് അങ്ങ് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താണ് സൂര്യ നീ കാണിക്കുന്നത്, ആരുടെ നേരെയാണ് നീ കൈ ഓങ്ങിയത്. അപ്പോഴാണ് സൂര്യ പെട്ടെന്ന് പരിസരം മറന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ സൂര്യക്ക് പെട്ടെന്ന് ദേഷ്യം അടക്കി നിർത്തുകയാണ്. എന്നിട്ട് യതീന്ദ്രൻ പത്മയോട് പറയാണ്, പത്മ, സൂര്യയുടെ ദേഷ്യത്തിന് ന്യായമുണ്ട്, വിജയൻ ചെയ്തത് തെറ്റ് തന്നെയല്ലേ, അതും ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ പാടുമോ, അവരെത്ര
ആശയോടു കൂടി എന്ത് സന്തോഷത്തിലാണ് സൂര്യയ്ക്കും നന്ദിനിക്കും വേണ്ടി ആ ഡ്രസ്സ് കൊണ്ടുവന്നത്. എന്നിട്ട് അതിൽ എണ്ണ ഒഴിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം അധികം മോശമായ കാര്യമാണ് വിജയൻ ചെയ്തിട്ടുള്ളത്. ഇത് തെറ്റ് തന്നെയല്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പത്മ പറയണേ, ഒരു തെറ്റുമില്ല. ഇവർക്ക് ഒരു തരത്തിലും ഒരു അർഹതയും യോഗ്യതയും ഈ വീട്ടിലേക്ക് വരാനുള്ളതില്ല. ഇവർ ഈ വീട്ടിലെ വെറും വേലക്കാർ മാത്രമാണ്. ഈ വീട്ടിലെ ജോലിക്കാരെ ഇങ്ങനെ സ്വീകരിക്കാൻ മാത്രം എന്ത് സ്ഥാനമാണ് ഇവർക്കിവിടെ ഉള്ളത്? വിജയം ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും. അത് കേട്ടപ്പോൾ സൂര്യ, അച്ഛാ കേട്ടില്ലേ ഇവർ പറഞ്ഞത്? അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അളിയൻ പറഞ്ഞല്ലോ അളിയൻ തനിച്ചാണ് ചെയ്തത് എന്ന്. എനിക്കതിൽ ഒരു വിശ്വാസവുമില്ല. ഇതെല്ലാം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ ഇവരുണ്ടല്ലോ, ഇവരുടെ കുതന്ത്രം തന്നെയായിരിക്കും. അല്ലാതെ ഇവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട്. അത് കേട്ടപ്പോൾ ഇന്ദ്രജ പറയണേ, എന്തിനാണ് എന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? നിന്റെ അളിയനല്ലേ പറഞ്ഞത് അങ്ങേരാണ് ഇതൊക്കെ ചെയ്തത് എന്ന്. പിന്നെ എന്തിനാ നീ വെറുതെ എന്നെ സംശയിക്കുന്നത്? നീ ഇപ്പോൾ പറഞ്ഞ് രക്ഷപ്പെട്ടോ, പക്ഷേ ഇതിൻ്റെ പിറകിൽ നീ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും. അന്ന് ഞാൻ ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നോളാം. യതീന്ദ്രൻ പറയണേ, മതി, എപ്പോൾ നോക്കിയാലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രം. ഇന്നൊരു നല്ല ദിവസമാണ്, ഇന്നും ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ്. എല്ലാ വീട്ടിലുള്ളവരും ഇപ്പോൾ സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കുന്നു, ഇവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ എന്നൊക്കെ യതീന്ദ്രൻ പറയുമ്പോൾ സുധവൻ വിഷമത്തോടു കൂടി നന്ദിനിയോട് പറയണേ, മതി മോളെ, ഈ വീട്ടിൽ ഇനി നിൽക്കണ്ട. ഈ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഉള്ള സമയത്ത് തന്നെ നീ എന്നെ ഇത്രമാത്രം അധികം ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരുമില്ലാത്ത സമയത്ത് നിന്നെ എന്തുമാത്രം അധികം ഈ വീട്ടിലുള്ളവർ കഷ്ടപ്പെടുത്തുന്നുണ്ടാവും. ഞാൻ തന്നെയാണ് നിന്നോട് ഈ വീട്ടിൽ സൂര്യസാറിനോടൊപ്പം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞാനത് തിരുത്തി പറയുന്നു മോളെ, നീ ഇങ്ങനെ കഷ്ടപ്പാട് സഹിച്ച് ഈ വീട്ടിൽ നീ താമസിക്കണ്ട. നീ ഞങ്ങളോടൊപ്പം പോരെ. മതി ഈ വീട്ടിൽ നിന്നത്. നിന്നെ സൂര്യസാറും യതീന്ദ്രൻ സാറും സംരക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് അവരെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഉള്ള സമയത്ത് തന്നെ നിന്നോടൊക്കെ ഇങ്ങനെ ദ്രോഹം ചെയ്യുമ്പോൾ എനിക്കിനി ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ മോളെ. നീ ഞങ്ങളോടൊപ്പം പോരെ, മതി ഇവിടെ നിന്നത് എന്ന് പറഞ്ഞപ്പോൾ യതീന്ദ്രൻ പറയണ, എന്താ സുദേവ നീ പറയുന്നത്? അല്ല സാർ, സാറിനെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. എൻ്റെ മോള് എന്തുമാത്രം അധികം ഈ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. നന്ദിനി മോളെ, നീ പോരെ, എന്നോടൊപ്പം പോരെ എന്ന് സുദേവൻ പറയുമ്പോൾ നന്ദിനി പറയണേ, ഇല്ല അച്ഛാ, ഞാൻ ഒരിക്കലും സൂര്യസാറിനെ വിട്ട് ഈ വീട്ടിൽ നിന്നും ഞാൻ പോരില്ല. സൂര്യസാറിനോടൊപ്പം സൂര്യസാറിൻ്റെ കഷ്ടതയിലും സന്തോഷത്തിലും ഞാൻ ഒപ്പം തന്നെ സൂര്യസാറിനോടൊപ്പം ഉണ്ടാവും. കാരണം ഞാൻ സുഖമില്ലാതെ കിടന്ന സമയത്ത് എനിക്ക് വേണ്ടി സാറ് ചെയ്ത കാര്യം അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും പോവില്ല. എൻ്റെ മരണം വരെ സൂര്യസാറിനോടൊപ്പം ഞാൻ ഉണ്ടാവും. എനിക്ക് വേണ്ടി സാറിൻ്റെ അന്തസ്സും പ്രതാപവും മറന്നാണ് സാറ് അമ്പലനടയിൽ പോയി ഭിക്ഷ യാചിച്ചത്. അത് ഒരിക്കലും എന്നെക്കൊണ്ട് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും സൂര്യസാറിനെ ഉപേക്ഷിച്ച് ഞാൻ വരില്ല എന്ന് പറയാം. സുധാൻ പറയുന്നുണ്ട്, മോളെ, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഇവരൊക്കെ തരുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് എന്തുമാത്രം അധികം നിന്നെ അവരൊക്കെ ഉപദ്രവിക്കുന്നുണ്ടാവും. നാളെ നിന്നെ ഇല്ലാതാക്കിയാൽ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ആരോട് ചോദിക്കും? അതുകൊണ്ട് മോളെ, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പത്മ പറയണു, ഓ, നിന്റെ മോളെ ഇല്ലാതാക്കാനല്ലേ ഞങ്ങളുടെ ജോലി. അത് കേട്ടപ്പോൾ യതീന്ദ്രൻ, പത്മേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അത് കേട്ടപ്പോൾ പത്മ ദേഷ്യം പിടിച്ച് താഴേക്ക് അങ്ങ് ഇറങ്ങി പോവാട്ടോ. പത്മ പോയതോടുകൂടി വിജയനും ഇന്ദ്രജയും വേദയൊക്കെ റൂമിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ യതീന്ദ്രനും പത്മയോടൊപ്പം റൂമിലേക്ക് ചെല്ലാണ്. എന്നിട്ട് യതീന്ദ്രൻ ദേഷ്യപ്പെട്ട് പത്മയോട് പറയണേ, എന്തൊക്കെയാണ് വിജയൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? വിജയൻ മാത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് വിശ്വാസമില്ല. ഇന്ദ്രജയും ഇതിൻ്റെ പുറകിലുണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. നീയൊക്കെ അറിഞ്ഞുകൊണ്ട് ആയിരിക്കുമല്ലേ ഇങ്ങനെയുള്ള ഒരു ചതി ചെയ്തത്? അപ്പോൾ പത്മ പറയണേ, എൻ്റെ മക്കൾ ചെയ്തത് എന്ത് തെറ്റാണുള്ളത്? ഒരു യോഗ്യതയുമില്ലാതെ അവരെന്തിനാണാവോ വിഷു ആഘോഷിക്കാനാണെന്നും പറഞ്ഞ് ഇവിടേക്ക് വന്നത്? നേരെ അവരുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോയി ആഘോഷിച്ചാൽ പോരെ? അപ്പോൾ യതീന്ദ്രൻ പറയണ, അവരതിന് വന്നതിന് അവരുടെ മകളെ കാണാൻ വേണ്ടിയാണ്, വിഷു ആഘോഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നത്. ഇവിടെ നിർത്തിയത് സൂര്യയാണ്. അതിന് അവരോട് ഇങ്ങനെ ഒരു ചതി ചെയ്യണമായിരുന്നു. അപ്പോൾ പത്മ പറയണേ, ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്, ഇതിലും വലിയതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഈ വീട്ടിലേക്ക് വരാൻ പോലും യോഗ്യതയില്ലാത്ത വേലക്കാരും കുടുംബവും എന്തിനിവിടെ വന്ന് ആഘോഷിക്കുന്നു വിഷു? ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു ആഘോഷം അത് അവർ അർഹിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി തന്നെയാണ് ലഭിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പത്മ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാതെയാണ് യതീന്ദ്രനോട് സംസാരിക്കുന്നത്. അങ്ങനെ യതീന്ദ്രൻ ദേഷ്യം പിടിച്ചങ്ങ് പോവുകയാണ്. ഇവളോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ
സൂര്യ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദിനിയുടെ വീട്ടുകാരൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത്, സൂര്യ സാറ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുതായിരുന്നു, എത്രയാണെങ്കിലും സാറിൻ്റെ അളിയനല്ലേ, ഇങ്ങനെ അടിക്കരുതായിരുന്നു, അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഇത് ചെയ്യരുതായിരുന്നു എന്ന് പറയുമ്പോൾ, നന്ദിനി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, അളിയനാണെന്നും പറഞ്ഞ് അവർ ചെയ്തു കൂട്ടിയത് ഒരു വലിയ തെറ്റ് തന്നെയല്ലേ, നീ കരുതുന്നത് പോലെ ഇത് വിജയൻ അളിയൻ മാത്രമല്ല, എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ഇന്ദ്രജയുണ്ടല്ലോ, അവർ കൂടി ചേർന്ന് തന്നെയാവും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക, എനിക്ക് ഉറപ്പുണ്ട്, അല്ലാതെ അളിയൻ ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും അളിയൻ ഒരിക്കലും അത് കഴിയില്ല. അപ്പോൾ സുധവൻ പറയണ, ഞാനൊരു എടുത്തുചാട്ടം ചെയ്തു, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഞാൻ അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ, അച്ഛൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഏതൊരാളും ചെയ്യുന്ന പ്രവൃത്തിയാണ് അച്ഛനും ചെയ്തിട്ടുള്ളൂ, അവരെ ചോദ്യം ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല, ഞാനായിരുന്നെങ്കിൽ അവരുടെ കരണം നോക്കി പൊട്ടിക്കുകയാണ് ചെയ്യുക, അല്ലാതെ നീ ഇങ്ങനെ പറയുന്നത് പോലെ അവർക്ക് വേണ്ടി നീ എപ്പോഴും സംസാരിക്കുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊന്നും നീ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സൂര്യ ദേഷ്യപ്പെടാണ്. അപ്പോൾ സുദേവൻ പറയണേ, നന്ദിനി പറയുന്നതിലും കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ നന്ദിനി പറയണ, അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഇതിപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, അച്ഛനും കുടുംബവും പൊയ്ക്കോട്ടെ, അച്ഛനും മുത്തശ്ശിയും അനിയത്തിമാരും പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, അത് പറ്റില്ല, നമ്മളിവിടെ വിഷു ആഘോഷിച്ചിട്ട് തന്നെയാണ് പോവുകയുള്ളു. അല്ല സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഇനി ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഇവരിപ്പോൾ ഇവിടെ നിന്നാൽ എന്തായാലും അച്ഛൻ വിജയൻ സാറിനെ കോളറയിൽ കയറി പിടിച്ചതും ഒക്കെ ചോദ്യം ചെയ്തതും എല്ലാം അവർക്ക് നല്ല ഓർമ്മയാവും, അവർക്കതൊരു ദേഷ്യമാവും, വെറുതെ എന്തിനാണ് വീണ്ടും ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇവിടെയും സന്തോഷമുണ്ടാവില്ല, ഇവർക്കും സന്തോഷമുണ്ടാവില്ല, അതുകൊണ്ട് ഇവരിനി വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോട്ടെ, കുറച്ച് നേരമെങ്കിലും ഒരു സമാധാനത്തോടു കൂടി വിഷു ആഘോഷിച്ചോട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ നിർബന്ധിച്ച് അവരെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് ഇത് കേട്ടും കൊണ്ട് യതീന്ദ്രൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ നന്ദിനി പറഞ്ഞത്, ഇപ്പോൾ സുദേവനെയും ഇവരെയും ഒക്കെ പറഞ്ഞു വിടണമെന്നോ, അത് പറ്റില്ല, ഇവിടെ നിന്നും വിഷു ആഘോഷിക്കുക തന്നെ വേണം, ഇവരിവിടെ നിന്നും പോവില്ല, ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കാമെന്ന് പറഞ്ഞ് യതീന്ദ്രൻ അവരെ പോവാൻ സമ്മതിക്കുന്നില്ല. ഇനി സൂര്യക്കാണ് ഇനി അപകടം വരാൻ പോകുന്നത്. നന്ദിനിയുടെ അച്ഛന് വേണ്ടി വെച്ച കെണിയിൽ സൂര്യയാണ് ഇനി അകപ്പെടുന്നത്. അതും ഇന്ദ്രജ പക അടക്കാൻ കഴിയാതെ ഇന്ദ്രജ നന്ദിനിയുടെ അച്ഛന് വേണ്ടി ഒരുക്കിയ കെണിയിൽ സൂര്യയാണ് അതിൽ പെടുന്നത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.